ഹലോ, നാത്തൂൻ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. ഇതേ ഒരു കുട്ടി ഇവിടെ നടക്കണം കണ്ടോ. ഈ കുട്ടി സ്കൂളിൽ പോകാത്തൊരു കുട്ടിയാണ്. ഹായ് പറഞ്ഞ. ഹായ്. ഞാനും അമ്മച്ചിയും വാവിയും തന്നെയുള്ളൂ അല്ലേ. നമ്മളിന്ന് എന്തിനാ പോകണം? അതേ കുട്ടി അമ്മച്ചിക്ക് എണ്ണ പെറ്റോടി കണ്ട. അമ്മച്ചിയുടെ മുടി കണ്ട അവൾക്ക് ഭ്രാന്ത. അപ്പം അവൾ എണ്ണ പെരട്ടിലും ചീർപ്പ് എടുക്കലും മീരിലൊക്കെയാണ് പണി. ചീർപ്പ് ഇപ്പോൾ വേണ്ട. അവൾക്ക് എൻ്റെ തലയിൽ എണ്ണ പെറ്റലും എൻ്റെ മുടി ഈരലൊക്കെയാണ് ഇവളുടെ പണി. പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയ കാച്ചെണ്ണയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ട്. അപ്പോൾ കാച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഞങ്ങളുടെ പറമ്പിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കറ്റാർ വാഴയുടെ കടയിൽ അലോവേര എന്ന് പറയില്ലേ, അതിൻ്റെ കടയിൽ നിന്ന് 2 അലോവേര അടർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇനി കുറച്ച് തുളസിക്കതിരും കൂടി പൊട്ടിക്കണം. നല്ല വെയിലത്ത് ആ തുളസിക്കതിര് നിൽക്കണം. കണ്ടോ, നല്ല ചൂടാണ് ഇപ്പോൾ. അപ്പോൾ ഈ നല്ല ചൂടായിരിക്കുന്ന സമയത്ത് നമ്മുടെ തലയിലേക്കൊക്കെ ഒരു തണവ് കിട്ടാൻ വേണ്ടിയിട്ടേ നമുക്ക് നല്ല തണുവിന് പറ്റിയ എണ്ണകൾ വേണം ഇപ്പോൾ നമുക്ക് തേക്കാനായിട്ട്. തണുവുള്ള എണ്ണകൾ വേണം തേക്കാനായിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ നല്ല തണുപ്പ് കിട്ടുന്ന എണ്ണയാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിൽ നീലമരി ഒന്നും കൂട്ടണില്ല. സാധാരണ നമ്മൾ നീലമരിയും കഞ്ഞുണ്ണി കുറച്ച് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പറമ്പിൽ ഞാൻ ഹെന്നയുടെ വീഡിയോയിലേക്ക് ഞാൻ കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കഞ്ഞുണ്ണിയുടെ കട നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഉണക്കിപ്പോൾ നല്ല ചൂടായതുകൊണ്ട് അതൊക്കെ ഉണങ്ങിപ്പോയി തുടങ്ങി. അപ്പോൾ അത് ഞാൻ വലിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഞ്ഞുണ്ണി, കുറച്ച് എണ്ണ കാച്ചണുള്ളൂ, കുറേ കാച്ചില്ല. സാധാരണ ഓർഡർ അനുസരിച്ച് ഞാൻ അധികം എണ്ണ ചോദിച്ചവർക്ക് കാച്ചുണ്ട്. ഇതിപ്പോൾ ഞാൻ ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ പിള്ളേർക്ക് എനിക്ക് വേണ്ടിയിട്ട് കാച്ചണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറിവേപ്പിലേക്ക് അടർത്തി എടുത്തിട്ടുള്ളൂ. ഇനി കുറച്ച് കറുകപ്പുല്ല് പറിക്കണം. നല്ല വെയിലത്ത് നിൽക്കണം കറുകപ്പുല്ല്. അപ്പോൾ അത് പറിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ഉള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാലല്ലേ ഞങ്ങളുടെ വീഡിയോ പോവുള്ളൂ. ഇത് വീഡിയോ താന്ന് കിടക്കാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും വേണ്ടിയിട്ട്. നല്ല ഒരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഫലപ്രദമായ ഒരു വീഡിയോ ആണ്. ഞാൻ തലയിൽ സ്ഥിരമായിട്ടൊന്നും എണ്ണ തേക്കില്ല. ആഴ്ചയിൽ ഒരു ദിവസമേ തേക്കാറുള്ളൂ കേട്ടോ. പക്ഷേ എന്നാലും എനിക്ക് ഇപ്പോഴും അത്യാവശ്യം മുടി ഇങ്ങനെ പോവാണ്ട് കിടക്കണണ്ട. അങ്ങനെ പറയാൻ പാടില്ലല്ലേ, എന്നാലും പറയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണുക. ഇതുണ്ടാക്കണ വിധം നോക്കി ചെയ്യുക. വീട്ടിലുള്ളവരാണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള സംഭവങ്ങൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, തൊടിയിലും പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പറിച്ച് അതുപോലെയൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളോട് എണ്ണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എണ്ണ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് ഇത് കരിവേപ്പിലയാണ് കേട്ടോ. അതായത് കക്കന വേപ്പിൻ്റെ ഇല എന്ന് പറയില്ലേ, അതാണിത്. അത് നമ്മുടെ തലയിലുള്ള താരനും അതുപോലെ താരനും ഉണ്ടെങ്കിൽ അതിൻ്റെ ശല്യം പോവാനും, ചൊറിച്ചിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോവാനും, പിന്നെ നമ്മുടെ അടിക്കും നല്ലതാണ്. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി ഞാൻ ഒരു പിടി എന്ന് പറയാം കരിവേപ്പില, അതായത് കക്കിന വേപ്പിൻ്റെ ഇല, ആര്യവേപ്പില. പിന്നെ ഇത് കറിവേപ്പിലയാണ് കേട്ടോ. നല്ല ഫ്രഷായിരുന്നു. ഞാൻ പൊട്ടിച്ചു. അപ്പോൾ പക്ഷേ എനിക്ക് സമയം കിട്ടില്ല പറിച്ച വഴിക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒക്കെ ഇരുന്ന് വാടി വേപ്പിലയൊക്കെ.
പിന്നെ ഞാൻ പറിച്ചത് എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെമ്പരത്തിയുടെ കുറച്ച് ഇലകൾ പറിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ചെമ്പരത്തിയുടെ ഇലയാണ് ഇതൊക്കെ. അതെ, ചെമ്പരത്തിയുടെ ഇലകൾ മാത്രമുള്ള കുറച്ച് പൂക്കളും ഉണ്ട്. പറഞ്ഞ പോലെ പൊട്ടിക്കുമ്പോഴൊക്കെ നല്ല ഫ്രഷായിരുന്നു. മുട്ടൊക്കെ അത് വിരിഞ്ഞു. ഇന്നലെ പറിച്ച് വെച്ചതാണ്. അപ്പോൾ മുട്ടും ഉണ്ടായിരുന്നു. മുട്ടൊക്കെ വിരിഞ്ഞു. മറ്റതൊക്കെ ചുങ്ങി നല്ല പൂവൊക്കെ ചുങ്ങി. പക്ഷെ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇതിലിടണോണ്ട് ഇതിപ്പോൾ ചുങ്ങിയോണ്ടൊന്നും കുഴപ്പമില്ല. അതിൻ്റെ ഗുണമൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഞാനൊരു പിടി കറുകപ്പുല്ലാണ് കേട്ടോ പറിച്ചോണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറച്ച് പേരേര ഇല, ചെറിയ പേര ഞങ്ങളുടെ വീട്ടിൽ നിൽക്കണേ. അപ്പോൾ ആ പേരേര ഇല കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമുണ്ട്. ഇനി കുറച്ച് തുളസിയുടെ ഇലയും കൂടി പറിച്ചെടുക്കണം കേട്ടോ. ഇത് കുറച്ച് തുളസിയുടെ ഇലയുണ്ട് കേട്ടോ. അത് നല്ല വേനൽക്കാലം ആയതുകൊണ്ട് നല്ല ഉണക്കം പോലെയായി, ചെടികളൊക്കെ ഉണങ്ങിയല്ലേ നിൽക്കണേ. അപ്പോൾ ഒരു കൈപ്പിടി തുളസിക്കതിരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തലയിലത്തെ പേൻ ശല്യത്തിനും മുടിക്കും ഒക്കെ നല്ലതാണ്. അതുപോലെ ഒരു 2 കതിര് നമ്മുടെ 2-3 ഇല നമ്മുടെ പനിക്കൂർക്കയുടെ ഇലയും ചേർത്തുണ്ട് കേട്ടോ. ഞാൻ പനിക്കൂർക്കയുടെ ഇലയൊക്കെ അടിയിൽ പോയിന്നുണ്ട്. പിന്നെ പേരേര കൂമ്പലിയാണ്, ചെറിയ പേരയാണ്. അപ്പോൾ അതുമെന്ന് ഒരു 3-4 പേരേര ഇലയും പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് 2 തണ്ട് നല്ല മൂത്ത് ഇതായ കറ്റാർവാഴത്തണ്ടാണ്. അപ്പോൾ അത് മൂത്ത് പഴുത്ത് തുടങ്ങി. നല്ല വേനൽക്കാലമായതുകൊണ്ട് ഇതും പഴുത്ത് തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ജെല്ലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ ഇലകളൊക്കെ നന്നായി കഴുകി ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം കേട്ടോ. ചേരുവകളൊക്കെ കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ഇതൊന്ന് പിഴിഞ്ഞ് നമ്മൾ വെളിച്ചെണ്ണ കാച്ചാൻ പോണ ആ ചട്ടിയിലേക്ക് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ അരിഞ്ഞെടുക്കാൻ പിഴിഞ്ഞൊഴിക്കാൻ പോണത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ കടയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കടയും പൂമ്പൊടിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നന്നായി ഇന്നലെ പൊട്ടിച്ച് വെച്ചത് കൊണ്ട് വാടിപ്പോയി. പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് വാടിയാലും പൂ ചുങ്ങിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനീ പോയി ചെമ്പരത്തിയുടെ കടയ്ക്ക് നോക്കട്ടെ വല്ല പൂ നിൽക്കണ്ടോന്ന്. ഇല്ലെങ്കിൽ നമുക്ക് 250 വെളിച്ചെണ്ണ ആയതുകൊണ്ട് അതിനുള്ള പൂവൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കറ്റാർവാഴ തൊലിയൊക്കെ നന്നായി കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ഇതിലേക്ക് ഇതിൻ്റെ ആ ജെല്ല് മാത്രം അരിഞ്ഞെടുക്കാം. കഞ്ഞുണ്ണി കണ്ടോ, ഇതൊക്കെ ഉണങ്ങി കരിഞ്ഞു പോയി. കുറച്ച് ഇല എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഉള്ള ഇല ഞാൻ അതിലിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ പച്ചത്തണ്ടൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാം. സംഭവം ഉണങ്ങിയാലും കുഴപ്പമില്ല, എന്നാലും വല്ലാണ്ട് ഉണങ്ങിപ്പോയി. അപ്പോൾ ഇതിൽ പച്ചത്തണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. നല്ല മുടിക്ക് നല്ല കറുപ്പും തിളക്കൊക്കെ കിട്ടുന്ന സാധനമാണ് നമ്മുടെ കഞ്ഞുണ്ണി ഭൃംഗരാജ എന്ന് പറയുന്നത്. അപ്പോൾ അത് നന്നായി ഉണങ്ങിപ്പോയി. വീട്ടിലുണ്ടായതായി കൊണ്ട് നല്ല വേനലായപ്പോഴേ ചൂട് കൂടിയപ്പോൾ അതൊക്കെ കരിഞ്ഞു പോയി. അപ്പോൾ ഉള്ള ഇല ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം, പച്ചത്തണ്ട് ഉണ്ടെങ്കിൽ. ഇനി ഇതിൽ ഞാൻ ചേർക്കാൻ പോണത് ഒരു സ്പൂണ് ഉലുവയാണ് കേട്ടോ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഇത് ഒരു സബോളയാണ്. അത് ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങളൊക്കെ ചേർക്കാനുള്ളത് വന്നപ്പോൾ ഉലുവ ചേർത്തു. ഇനി സബോളയാണ് കേട്ടോ. സബോള തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വന്നിട്ടുണ്ട്. നമുക്കത് ഇതിൽ തന്നെ ചോപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു എന്താ പറയുക, ചുവന്നുള്ളിയുടെ ഇങ്ങനെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇത് കൂടെ തൊലി കളഞ്ഞ് നമുക്ക് ഇതിൽ ചേർക്കാം. സബോള ചേർത്തത് കൊണ്ട് ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ചേർത്താൽ നല്ലതാണ് കേട്ടോ. ചുവന്നുള്ളിയൊന്നും ഇല്ലാത്ത വീടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് നന്നായി നമുക്കിപ്പോൾ കറിക്ക് കഴിയുന്ന പോലെ നന്നായി ഇതിൽ അരിഞ്ഞോളാം. അതുമ്പോൾ ചോപ്പ് ചെയ്യാൻ പറ്റിയ കൈ നമ്മുടെ ചിലപ്പോൾ പണി മുടക്കും ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അത്രയും കുഞ്ഞിതായതുകൊണ്ടേ. അപ്പോൾ തൊലി കളഞ്ഞ് ഞാനിത് ചേർക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ആട്ടിയ വെളിച്ചെണ്ണ വേണം കേട്ടോ, അതാണ് നന്നാവും ഉത്തമം. കാരണം നമുക്ക് തലയിൽ തേക്കാനുള്ളതല്ലേ. അപ്പോൾ ഒരു 250-300, ഇതിപ്പോൾ 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഞാനിതിൻ്റെ പകുതിയോളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജ്യൂസ് എത്രയുണ്ടോ അത്രയ്ക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കണം. ഇനി നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം കേട്ടോ. സ്റ്റൗ ഇങ്ങനെ കുറച്ചിടണം. കുറേ സമയം കൊണ്ട് വേണം നമുക്കിത് കാച്ചിയെടുക്കാനായിട്ട്. ഇപ്പം നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നമ്മുടെ മരുന്നുകളൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ആയിട്ടില്ല, നന്നായി കുറേ സമയമായി ഇപ്പോൾ, പക്ഷേ ആയിട്ടില്ല. പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഒരുവിധം എല്ലാ മരുന്നുകളൊക്കെ നന്നായി മുരിഞ്ഞുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലതാണ്, നീർക്കെട്ടിനും നീർവീഴ്ചയൊക്കെ വരാണ്ടിരിക്കാൻ കുരുമുളക് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെയായി. ഇപ്പോൾ നമ്മുടെ മരുന്നിൻ്റെ ജ്യൂസൊക്കെ വറ്റി കഴിഞ്ഞു. ഇപ്പോൾ വെളിച്ചെണ്ണ മാത്രമായി. ആ ചണ്ടികൾ ഇതൊന്നുകൂടെ മുരിഞ്ഞാൽ നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ കൂടെ പാകമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇറക്കി വയ്ക്കാൻ പോവാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ പാകമായി, നമ്മുടെ ഈ മരുന്നുകളൊക്കെ മുരിഞ്ഞു എന്നുള്ളതിൻ്റെ അത് പാകമായെന്ന് നമുക്ക് അറിയാൻ വേണ്ടി നമുക്ക് ഈ കറിവേപ്പില ഒരു 2-4 ഇല നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇല വെളിച്ചെണ്ണ മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇല ശരിക്കും നമ്മൾ കറികൾ കാച്ചുമ്പോൾ ഇടുമ്പോൾ മുരിയില്ല, അതുപോലെ ആവും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ എണ്ണ അവിടെ പാകമായിട്ടുള്ളതാക്കാം. നമ്മുടെ എണ്ണ പാകമായിട്ട് നമ്മുടെ ഇലയൊക്കെ നന്നായി പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് ഇവിടെ ഇറക്കി വയ്ക്കാം കേട്ടോ. ചൂടാറിയിട്ടുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് അരിച്ചെടുക്കാം. ഒരുവിധം ചൂടാറിയിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ. അപ്പം ഞാനിതൊക്കെ ഒന്ന് ഇതിലത്തെ ഈ വേസ്റ്റൊക്കെ ഒന്ന് വാരി വയ്ക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണ, കണ്ട നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. നല്ലൊരു നറുമണമുണ്ട്, എനിക്ക് നല്ലൊരു ഗുണമുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചേരുവകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ കുന്തിരിക്കം ഒരു 2 തരി കുന്തിരിക്കം ഇട്ട് വെച്ചാൽ നമ്മുടെ ഈ വെളിച്ചെണ്ണ കേട് വരാണ്ടൊക്കെ ഇരിക്കാനും നമ്മുടെ മുടിക്കും തലയ്ക്കും നല്ലതാണ് കേട്ടോ. പക്ഷെ കുന്തിരിക്കം ഞാനവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ അതവിടെ ഞാൻ വെച്ചോടത്ത് ഇപ്പം ഇല്ല. ഞാനത് പതുക്കെ നോക്കിയിട്ട് അതുപോലെ ഇടാം. പക്ഷെ ഇട്ട് വെച്ചാൽ നമ്മൾ ഏത് പാത്രത്തിലാണ് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൽ ഒരു 2 തരി കുന്തിരിക്കം കൂടി ഇട്ടിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചാൽ നമ്മുടെ ഈ വെളിച്ചെണ്ണ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നല്ലതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ വെളിച്ചെണ്ണ കാച്ചാൻ നിങ്ങൾ കണ്ടില്ല, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, കുറേ സാധനങ്ങളും ഇല്ല. പിന്നെ ഞാൻ 200-300ഓളം വെളിച്ചെണ്ണ കാച്ചിക്കാൻ എനിക്ക് ഇത്രയാണ് കിട്ടിയോക്കണത്. ഇതൊരു 200 വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാവുള്ളൂ. 100 വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ ഇതിൽ നിന്ന് ചട്ടിയിൽ കിടന്ന് ഇങ്ങനെ മരുന്നിൻ്റെ ഒപ്പം വറ്റി പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഇങ്ങനെ കൈവെള്ളയിൽ എടുത്തിട്ട് നന്നായി കൂട്ടി തിരുമ്പി 2 കൈയോടും കൂട്ടി തിരുമ്പിയിട്ട് നമ്മുടെ മുടി കീഴ്പോട്ടിട്ടിട്ട് അത് നന്നായി തല മസാജ് ചെയ്തിട്ട് നമ്മൾ ഒരു 20-30 മിനിറ്റ് തല നന്നായി കെട്ടി വയ്ക്കുക. കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ നന്നായി തണുത്ത കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നല്ല കട്ട തണുത്ത കഞ്ഞിവെള്ളം ഉണ്ടോ, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉപ്പിടാത്തത് കേട്ടോ. ഉപ്പിടാത്ത തണുത്ത കഞ്ഞിവെള്ളത്തിൽ തല നന്നായി തലയിൽ ഈ കട്ട കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായി മസാജ് ചെയ്തിട്ട് അത് കഞ്ഞിവെള്ളം മുഴുവൻ നന്നായി തല മുഴുവൻ എല്ലാ ഭാഗത്തേക്കും നന്നായി മസാജ് ചെയ്ത് നമ്മുടെ തലയിലത്തെ എണ്ണയൊക്കെ പോയി കിട്ടും. എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ നന്നായി തല കഴുകി ഊരിയെടുക്കുക. എന്നിട്ട് മുടി ആ വെള്ളം വാർന്ന് പോണവർ നമ്മുടെ തലയിൽ നമ്മുടെ തോർത്തും കൊണ്ട് കെട്ടി വെച്ചിട്ട് വെള്ളം പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുടി ഇങ്ങനെ കോന്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ മുടി ഊരി പോവും. അപ്പോൾ കുറേ സമയം നമ്മൾ തോർത്തൊക്കെ കെട്ടി വെച്ച് വെള്ളം വാർന്ന് തലയിൽ പോയി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമ്മൾ മുടി നന്നായി കോന്തിയിട്ട്
കോന്തി നമുക്ക് കുഴിമടയൊക്കെ മെടഞ്ഞ് കെട്ടാട്ടോ. അല്ലെങ്കിൽ വെറുതെ കുളിച്ച വഴിക്കന്നെ തലമുടി കോന്തരുത്, മുടി നന്നായി ഊരി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തണുത്ത കഞ്ഞിവെള്ളം ഒഴിച്ച് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ കഞ്ഞിവെള്ളം കൊണ്ട് നമ്മുടെ എണ്ണയൊക്കെ കഴുകി കളയാട്ടോ. തലയിൽ നിറയിൽ പരമാവധി നിറയിലായിട്ട് ഇങ്ങനെ പണ്ടൊക്കെ എണ്ണ ഇടല്, വേണമെങ്കിൽ ഒരു ഇത്തിരി അതിനും നിറയിൽ തേക്കാം. ബാക്കിയൊക്കെ തലയിൽ 4 ഭാഗവും എല്ലാ ഭാഗത്തും എണ്ണ കിട്ടാവുന്ന തരത്തിൽ കൈവെള്ളയിൽ എണ്ണ എടുത്ത് നന്നായി കൂട്ടി തിരുമ്പി മസാജ് ചെയ്ത് എണ്ണ തേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും കൂടണില്ല. അപ്പോൾ നിങ്ങളതിൻ്റെ അർത്ഥം നിങ്ങളാരും കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യണില്ല. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്തില്ലെങ്കിലും വിരോധമില്ല, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധക്കാർക്കും സ്വന്തക്കാർക്കും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ വെളിച്ചെണ്ണത് നല്ല മണമാട്ടോ, വെളിച്ചെണ്ണയ്ക്ക് നല്ല മണമുണ്ട്, അതുപോലെ തന്നെ നല്ല ഗുണമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു കുപ്പിയിൽ ഒരു ബൗളിൽ അങ്ങനെ ആക്കി അടച്ചു വയ്ക്കാം. ആവശ്യത്തിന് നമുക്കെടുത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.